ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ രാത്രിയിൽ ഉറങ്ങുന്നതിനു മുൻപ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കിടക്കുക. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് മറ്റാരോടും പറഞ്ഞാൽ വിശ്വസിക്കാതെ എന്നെ തന്നെ പഴി പറയുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യേ ഇന്ന് നാം ആയിരിക്കുന്നുവെങ്കിൽ ഓർക്കുക, കർത്താവായ ദൈവം നിന്നെ അറിയുന്നു. നിന്റെ വിചാരങ്ങൾ, നിന്റെ ചിന്തകൾ, നിന്റെ വാക്കുകൾ, നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, നിന്റെ വേദനകൾ, നിന്റെ നിസ്സഹായത എല്ലാം ദൂരെ നിന്ന് തന്നെ കർത്താവ് മനസ്സിലാക്കുന്നു. അവിടുന്ന് എല്ലാം കാണുന്ന ദൈവമാണ്. അവിടുത്തെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തമുള്ളതാണ്. ഈ രാത്രിയിൽ കിടക്കാൻ മുൻപ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുക. ആരുമില്ലാതെ ദുഃഖിക്കുന്നവർക്ക് കർത്താവിൻ്റെ സ്നേഹം ഈ രാത്രിയിൽ അനുഭവിക്കാൻ സാധിക്കും. ഈ രാത്രിയിൽ നാം ലോകത്തിൻ്റെ ഏത് കോണിലാണ് എങ്കിലും, നാം ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് എങ്കിലും, മറ്റുള്ളവരിൽ നിന്ന് ഓടിയകന്ന് ജീവിക്കുകയാണ് എങ്കിലും, ആരും എന്നെ കാണരുതേ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആരും അറിയാൻ പാടില്ല എന്ന് കരുതുന്നുണ്ടെങ്കിലും, ഈ രാത്രിയിൽ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. നീ ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് നിന്നെ തിരിച്ചറിയുന്നു, അവിടുന്ന് നിന്നെ മനസ്സിലാക്കുന്നു. നിൻ്റെ അവസ്ഥയെ ഓർത്ത് കർത്താവ് നിന്നോടൊപ്പം ദുഃഖിക്കുന്നു, കരയുന്നു. മകനെ, മകളെ, എന്നിലേക്ക് നീ തിരികെ വരിക. നിനക്കാവശ്യമായ സന്തോഷവും സമാധാനവും നിനക്ക് തരാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്നിലേക്ക് തിരികെ വരിക. ഹൃദയലാളിത്യത്തോടെ എന്നിലേക്ക് തിരികെ വരിക. എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തയുണ്ട്. നിന്റെ നന്മയ്ക്കു വേണ്ടിയാണ് എല്ലാം ഞാൻ ക്രമീകരിക്കുന്നത്. അതിനാൽ നീ എന്നിലേക്ക് തിരികെ വരിക. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സ്നേഹമുള്ള ക്ഷണം സ്വീകരിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരാം. നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന വാശിയും ശത്രുതയും ദേഷ്യവും കോപവും തെറ്റിദ്ധാരണകളും എല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് തിരികെ വരാം. ഈ രാത്രിയിൽ കർത്താവേ, ഞാൻ ഒന്നുമല്ലാത്തവനാണ്, ഒന്നുമല്ലാത്തവളാണ്. ഞാൻ ഈ ലോകത്തിലേക്ക് വെറും കൈയോടെ വന്നു. ഈ ലോകത്തിൽ നിന്ന് വെറും കൈയോടെ തിരികെ പോകണം. അതിനാൽ എനിക്ക് നേടാവുന്നത് സ്നേഹബന്ധങ്ങളാണ്. ഞാൻ നഷ്ടപ്പെടുത്തിയ, ഞാൻ അകറ്റി നിർത്തിയ എൻ്റെ ബന്ധങ്ങളെ കർത്താവേ, ഞാൻ തിരികെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം. നാം എത്ര നാൾ ഒറ്റപ്പെട്ട് ജീവിക്കും? നാം എത്ര നാൾ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് കളയും? ഈ ലോകത്തിൽ നമ്മുടെ എല്ലാവരുടെയും സമ്പാദ്യം ബന്ധങ്ങളാണ്, സ്നേഹമാണ്. മറ്റെല്ലാം ഉപേക്ഷിക്കപ്പെടും, എന്നാൽ ബന്ധം നിലനിൽക്കും. ഏറ്റവും ആദ്യം ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ് ഏറ്റവും പരമോന്നതമായി സ്ഥാപിക്കേണ്ടത്. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്തിൽ ആഴപ്പെടുത്താം. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിയുള്ളതാണ് എങ്കിൽ പരസ്പര ബന്ധവും ശക്തിപ്പെടും. ഇന്ന് നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം. കർത്താവേ, മറ്റെല്ലാ ബന്ധങ്ങളെക്കാളിലും ഉപരി നിന്നോടുള്ള ബന്ധം ഞാൻ ഉറച്ച് സ്ഥാപിച്ചാൽ എൻ്റെ ചിതറിക്കപ്പെട്ട ബന്ധങ്ങളെ, ഞാൻ നഷ്ടപ്പെടുത്തിയ ബന്ധങ്ങളെ എനിക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ഈ രാത്രിയിൽ എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തെ നീ പരിശോധിച്ച് എന്നെ മനസ്സിലാക്കുന്ന നിന്നെ മനസ്സിലാക്കാനുള്ള ശക്തി എനിക്ക് നൽകി എന്നെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നമുക്ക് സ്വീകരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 139 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു.
എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഏറ്റവും കാരുണ്യവാനായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങനെ പരിശോധിച്ചറിയുന്ന നിമിഷമാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ വിചാരങ്ങൾ മുഴുവനും അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. എന്നെ മനസ്സിലാക്കുന്നു. എന്നെ ഞാനായി മനസ്സിലാക്കുന്ന കർത്താവെ, എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹത്തെ തിരിച്ചറിയാനും രുചിച്ചറിയാനും എന്നെ സഹായിക്കണമേ. ദൈവമേ, ഞാൻ നഷ്ടപ്പെടുത്തിയ ബന്ധങ്ങൾ, ഞാൻ നഷ്ടപ്പെടുത്തിയ സൗഭാഗ്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് എന്നെ ആരും കാണരുതേ എന്ന് താമസിക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കർത്താവേ, എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞ് നിന്നിലേക്ക് ഞാൻ തിരികെ വരുന്നു. ദൈവമേ, ഞാൻ വിശ്വസിച്ചിരുന്നവർ എന്നെ സഹായിക്കാൻ കൂടെ നിന്നില്ല. എന്നാൽ കർത്താവേ, നിന്നിൽ ഞാൻ വിശ്വാസമർപ്പിച്ചാൽ നീയാണ് എൻ്റെ സഹായത്തിന് വ്യക്തികളെ അയക്കുന്നത്. ഈ രാത്രിയിൽ എൻ്റെ ഈ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. എൻ്റെ തെറ്റായ ചിന്തകളെ, ബോധ്യങ്ങളെ, തെറ്റായ തീരുമാനങ്ങളെ എല്ലാം ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇനി എന്നെ തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. നിന്റെ അനന്തമായ സ്നേഹത്തെ മനസ്സിലാക്കി നിന്നിലേക്ക് തിരികെ വരാൻ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ഉദ്ദേശവും നിന്റെ ഉദ്ദേശവും എനിക്ക് വെളിപ്പെടുത്തി നിന്നിലേക്ക് തിരികെ വരാൻ, എല്ലാവരോടും ഐക്യത്തിലും യോജിപ്പോടും കൂടെ വിട്ടുവീഴ്ചകൾ ചെയ്ത് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ആരെയും കുറ്റം വിധിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ, ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് വീണ്ടും ദൈവമേ നിന്നിലേക്ക് തിരിച്ചു വന്ന് എൻ്റെ നഷ്ടപ്പെടുത്തിയ ജീവിതം തിരികെ എടുക്കുവാൻ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ നീ എന്നെ സ്പർശിക്കണമേ, എന്നെ സഹായിക്കണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും കരുതലും പ്രോത്സാഹനവും അംഗീകാരവും എല്ലാം ഈ രാത്രിയിൽ നൽകി വാത്സല്യത്തിൻ്റെ കർത്താവേ, അങ്ങയുടെ വാത്സല്യം നുകർന്ന് നിന്റെ സന്നിധിയിൽ നല്ലൊരു ഉറക്കത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ നിലവിളി ഈ രാത്രിയിൽ കർത്താവേ നീ കേൾക്കണമേ. അവരെ നീ അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, ആശീർവദിക്കണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ എല്ലാവരെയും നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം വീണ്ടും ജീവിക്കുവാൻ ആഗ്രഹത്തോടെ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് ചിതറിക്കപ്പെട്ട കുടുംബങ്ങളെ, വ്യക്തികളെ, ബന്ധങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ആരും മനസ്സിലാക്കാതെ ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നുപോയവരെ കർത്താവേ ഈ രാത്രിയിൽ അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ദൈവം കൂട്ടിയേൽപ്പിച്ചവരെ കൂടെ കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സഹോദരി സഹോദരങ്ങൾ, മക്കൾ, മരുമക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിന് ദൈവമേ നിന്നോടൊപ്പം ഈ രാത്രിയിൽ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എൻ്റെ കർത്താവുമായുള്ള എൻ്റെ ബന്ധം കൂടുതൽ ആഴപ്പെടുത്തി പരസ്പര ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തി ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന ഈ അവസ്ഥ മാറി ദൈവം ഞങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി വീണ്ടും ദൈവകൃപയാൽ യോജിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളെക്കുറിച്ച് കരുതലുള്ള ദൈവമേ, ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ മനസ്സിലാക്കുന്ന ദൈവമേ,
അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹവും സാന്നിധ്യവും നിനക്ക് നൽകി. അവിടുന്ന് നിന്നെ കരുതുന്നു, മനസ്സിലാക്കുന്നു, സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് നൽകി. കർത്താവ് ഈ രാത്രിയിൽ നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, വേദനയിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, നിരാശയിൽ നിന്നും കർത്താവ് നിനക്ക് വിടുതൽ നൽകി. ഈ രാത്രിയിൽ അവിടുത്തെ പൊൻകരങ്ങളിൽ നിന്നെ സൂക്ഷിക്കട്ടെ. അതിരാവിലെ എഴുന്നേൽക്കാനുള്ള ശക്തിയും കൃപയും നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് നല്ല ഒരു ദിവസം നാളെ നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.